മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ KP പൊടിക്കുഞ്ഞ് പനവേലി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏകലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെ സമയം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്ന ഒരു വിശുദ്ധ വേദഭാഗം വായിക്കുന്നു. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും മരണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പത്രോസ്ലീഹ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. ഈ വാക്യം നമ്മൾ വളരെ വ്യക്തമായി ചിന്തിക്കുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മരണത്തിൻ്റെ പ്രത്യേകത നമ്മെ ദൈവത്തോട് അടുപ്പിച്ച ഒരു മരണമാണ്. ലോകത്ത് അനേക വ്യക്തികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മളറിയപ്പെടുന്ന അനേക വ്യക്തികൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ ആരുടെയും മരണം മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ചിട്ടില്ല. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ പര്യാപ്തമായ ലോകം കണ്ട ഏക മരണമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമാണ്. അതുകൊണ്ട് ഈ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മെ ദൈവത്തോട് അടുപ്പിച്ച മരണമാണ്. വേറൊരു മരണത്താലും അടുപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നീതിയുടെ മരണമായിരുന്നു. നീതികെട്ടവർക്ക് വേണ്ടി ഉള്ള ഒരു മരണം. മനുഷ്യവർഗം പാപത്തിലകപ്പെട്ടു. ഏകമനുഷ്യന പാപവും പാപത്താൽ മരണവും ലോകത്തിൽ സംഭവിച്ചു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നീതികെട്ടവർക്ക് വേണ്ടി ഒരു നീതിമാൻ്റെ മരണം. ദൈവത്തിൻ്റെ നീതി കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട മരണമാണ് യേശുക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്. കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപവും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഏക സ്ഥലം കാൽവറി ക്രൂശാണ്. അതുകൊണ്ട് ഇത് നീതിയുടെ മരണമാണ്. നാം ദൈവത്തിൻ്റെ മക്കളായി തീരേണ്ടതിന് വേണ്ടി, നീതിമാന്മാരായി തീരേണ്ടതിന് വേണ്ടി, നീതികെട്ടവർക്ക് വേണ്ടി നീതിമാനായ യേശുക്രിസ്തു മരിച്ചു, നമ്മളെ നീതിമാന്മാരാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. 3 പാപനിമിത്തമുള്ള ഒരു മരണമായിരുന്നു. കർത്താവ് പാപം ചെയ്തിട്ടില്ല, പാപമറിയാത്ത, പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത യേശുക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി നാം നിമിത്തം യേശുക്രിസ്തു പാപനിമിത്തം നമുക്ക് വേണ്ടി പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി യേശുക്രിസ്തു മരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കുവാൻ വേണ്ടി കർത്താവ് പാപനിമിത്തം നാം രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പാപനിമിത്തമുള്ള ഏക മരണം ലോകത്ത് സംഭവിച്ചത് യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. പാപികളായ നമ്മളെ വീണ്ടെടുക്കുവാൻ
യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഏറ്റവും ഒടുവിലായി മറ്റൊരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് സമ്പൂർണമായ മരണമാണ്. ഇനി പാപത്തിന് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. പഴയ നിയമകാലത്ത് അനേകം ആടുകളെ യാഗമർപ്പിച്ചു. ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് പാപത്തിന് ശാശ്വതമായ പരിഹാരം വരാതിരുന്നപ്പോൾ ഇതാ യേശുക്രിസ്തു എന്നേക്കുമുള്ള ഒരു യാഗമായി ക്രൂശിന്മേൽ മരിച്ചു. യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തോടുകൂടി അതേ മാനവജാതിക്ക് പൂർണ്ണമായി രക്ഷിക്കപ്പെടുവാനിടയായി. യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമാണ് ദൈവസന്നിധിയിൽ സമ്പൂർണമായ മരണമെന്ന് പറയുന്നത്. ഇനി മനുഷ്യൻ പാപസംബന്ധമായി മരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരിക്കൽ എന്നേക്കുമായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സമ്പൂർണമായ മരണം ഏറ്റെടുത്തു. പ്രിയരെ, ഈ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമ്പൂർണമായ മരണമാണ്. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു, നമ്മെ ദൈവത്തോട് അടുപ്പിച്ച മരണമാണ്. 2, നീതിയുടെ മരണമാണ്. പാപനിമിത്തമുള്ള മരണമാണ്. ഇത് സമ്പൂർണമായ മരണമാണ്. പ്രിയമുള്ളവരെ, ഈ വിധം കഷ്ടതകൾ അനുഭവിച്ച് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു എങ്കിലും മരണത്തോടുകൂടി യേശുക്രിസ്തു മരിച്ചു. അരിമത്തയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ യേശുക്രിസ്തുവിനെ അടക്കം ചെയ്തു. എന്നാൽ പുനരുത്ഥാന ശക്തിയാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിജയശ്രീലാളിതനായി സ്വർഗത്തിലേക്ക് കരേറി ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഇന്ന് രാവിലെ സമയം മരിച്ചു മൺമറഞ്ഞു പോയ ഒരുവനെ ആരാധിക്കുവാനായിട്ടല്ല നാം വന്നത്. പിന്നെയോ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നേക്കും ജീവിക്കുന്ന, മരണം കാൽവറി ക്രൂശിൽ ആസ്വദിച്ച് നമുക്ക് വേണ്ടി മരണം ആസ്വദിച്ച് അതേ ഇന്നും ജീവിക്കുന്ന, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു കർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ് നാം വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് ഒരിക്കൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കൃപാസനത്തോടടുത്ത് ചെന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും കർത്താവിൻ്റെ പാതാരവിന്ദങ്ങൾ അർപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.